റോയ്ച്ചായ ഒടുവിൽ KSEB തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാനത്ത് 6 മണിക്കും 12 മണിക്കും ഇടയിൽ അരമണിക്കൂർ ലോഡ് ഷെഡിങ് അല്ലെങ്കിൽ വൈദ്യുത നിയന്ത്രണം ഉണ്ടാകുമെന്ന്. അതിന് കാരണമായി പറയുന്നത് ഉപഭോഗത്തിലെ വർധനവാണ്. ഇത് കൃത്യമായി ചൂടുണ്ടാവുമെന്നും ചൂട് കാലമാണെന്നും ഉപഭോഗം കൂടുമെന്നും മുൻകൂട്ടി കണ്ട് അതിന് പ്ലാൻ ഒരുക്കാത്തതല്ലേ ഈ ഒരു പ്രതിസന്ധിയിലേക്ക് എത്തിച്ചത്? അല്ല, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ സർക്കാർ എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? കഴിഞ്ഞ പഴയ ഇരുണ്ട കാലത്തിലേക്ക് പോകണ്ട എന്ന് പറഞ്ഞ ബഡായി ആയിരുന്നു അടിച്ചുകൊണ്ടിരുന്നത്. ആ ബഡായി എല്ലാം തട്ടിപ്പായിരുന്നു എന്ന് ഇപ്പം തെളിഞ്ഞു കഴിഞ്ഞു. നമ്മുടെ കാലാവസ്ഥയ്ക്കകത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് മുൻകൂട്ടി അറിയാനുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഈ നാട്ടിലുണ്ട്, ഇല്ലേ? ഈ വർഷം ഉഷ്ണതരംഗം ഉണ്ടാകുമെന്നും എന്നൊക്കെയുള്ള കാര്യം മുൻകൂട്ടി അറിയാൻ ഉള്ള സംവിധാനങ്ങളുണ്ട്. എന്നാൽ ഇലക്ട്രിസിറ്റി ബോർഡ് എന്താണ് ചെയ്തത്? ഇങ്ങനൊരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നതിനെക്കുറിച്ച് മുൻകൂട്ടി എപ്പോഴും വേനൽക്കാലം തുടങ്ങുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് അതിന് സാധ്യതകൾ മനസ്സിലാക്കി മുൻകൂർ തയ്യാറെടുപ്പ് എടുക്കുന്ന പതിവാണ് KSEBക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ യാതൊരു നടപടിയും ചെയ്യാതെ കയ്യും കെട്ടി ഇരുന്നതിന് ശേഷം ഇപ്പോൾ ഓരോരോ ന്യായങ്ങൾ പറഞ്ഞ് മനുഷ്യനെ വീണ്ടും ഇരുട്ടിലേക്ക് വിടുകയാണ്. അപ്പം അതിന് പറയാൻ ഉള്ള ന്യായം യുദ്ധം വന്നു, പിന്നെ പ്രകൃതിയിലുണ്ടായ മാറ്റങ്ങൾ 38 ഡിഗ്രി ചൂട് വരെയായി എന്നൊക്കെയുള്ള തട്ടിമുട്ട് ന്യായങ്ങളാണ് പറയുന്നത്. ഇത് ഇന്നും ഇന്നലെയല്ല, ഇതിനുവേണ്ടി ഒരു പ്രിപ്പറേഷനും നടത്തിയിട്ടില്ല. ഈ സാധനങ്ങൾ വാങ്ങുന്നതിന് ഈ പവർ എക്സ്ചേഞ്ചിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് നോക്കാനോ അല്ലെങ്കിൽ അത് മറ്റുള്ള കമ്പനികളുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്നതിനോ ഒരു നടപടി എടുത്തില്ല. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് എവിടെയാണ്? ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ദീർഘകാല കരാർ സർക്കാർ ഉണ്ടാക്കിയിരുന്നു. അതായത് 4 രൂപ 29 പൈസയ്ക്ക് 25 വർഷത്തേക്ക് വാങ്ങാനുള്ള കരാർ ഉണ്ടാക്കിയിരുന്നു. പിണറായി സർക്കാർ വന്നത് കരാർ റദ്ദാക്കിയിട്ട് സ്വകാര്യ കമ്പനികളിൽ നിന്ന് 6-നും 12-നും ഇടയ്ക്കുള്ള തുകയ്ക്ക് വാങ്ങാൻ തീരുമാനിച്ചു. ഇതാരെ സഹായിക്കാൻ വേണ്ടിയായിരുന്നു? അപ്പോൾ ഇതിനിടനില നിന്ന് കമ്മീഷൻ അടിക്കാനും പിന്നെ സ്വകാര്യ കമ്പനിക്ക് ലാഭം ഉണ്ടാക്കാനും കൊടുക്കാനുള്ള കളി കളിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഈ ദുരിതം അനുഭവിക്കേണ്ട സ്ഥിതിയിലേക്ക് എത്തിയത്, ഇല്ലേ? അപ്പോൾ ഇപ്പോൾ എന്താണ് ഇപ്പോൾ പറയുന്ന ന്യായങ്ങൾ എന്ന് പറയുന്നത്? വൈദ്യുതി ഉപഭോഗം കൂടി. നിങ്ങൾ ഈ കാര്യം മുൻകൂട്ടി കാണാനുള്ളതാണല്ലോ. നിങ്ങൾക്ക് ഭരണപരമായ സൗകര്യങ്ങളും എല്ലാം തന്ന് നിങ്ങളെ അവിടെ ഇരുത്തിയിരിക്കുന്നത്. അതിന് എന്ത് നടപടി എടുത്തു? റെഗുലേറ്ററി അതോറിറ്റി ഇപ്പൊ പറഞ്ഞ് 10 രൂപയ്ക്ക് കൂട്ടി മേടിക്കരുത്. ഇതൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ ഉള്ളത് കരാറുണ്ടല്ലോ. ആ കരാർ നിങ്ങൾ റദ്ദാക്കിയതിന് എന്താണ് ജനങ്ങളോട് പറഞ്ഞ മറുപടി? എന്ത്? അതിനിടയിൽ തന്നെ 2-3 വട്ടം തന്നെ കറണ്ട് ചാർജ് കൂട്ടി. ഇപ്പൊ ഇത് വീണ്ടും ഈ ചൂട് കാലത്ത് അരമണിക്കൂർ പ്രഖ്യാപിത വൈദ്യുതി കട്ട് ഉണ്ടാവും നമുക്ക് വിചാരിക്കാം. അപ്രഖ്യാപിത വൈദ്യുതി കട്ട് എത്രമാത്രം ഉണ്ടാവും? പകൽ സമയങ്ങളിൽ ഈ ചൂട് കൂടിയിരിക്കുന്ന സമയത്ത് മിക്ക സമയങ്ങളും പലയിടത്തും കറണ്ടില്ല. പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങൾ കറണ്ടില്ലാത്ത സ്ഥിതിയാണുള്ളത്. അപ്പോൾ ഈ സർക്കാർ ഇതിന് ആരോടാണ് പറയുന്നത്? കൃഷ്ണൻകുട്ടിയോട് എന്ത് ചോദിച്ചാൽ കൃഷ്ണൻകുട്ടി ജപ എന്ന് പറഞ്ഞ് മാറുകയാണ്. കൃഷ്ണൻകുട്ടിക്ക് ഒരു ചോദ്യത്തിന് ഉത്തരവില്ല. അപ്പൊ ജനങ്ങളെ നിങ്ങൾ ദുരിതത്തിലാക്കിയിട്ട് മാറി നിൽക്കുകയാണ്. നിങ്ങൾ ഇരുണ്ട കാലത്തെ കൊണ്ടുപോക്കി പോയതിനു ശേഷം ഇനിയിപ്പോ ഇത് ന്യായങ്ങൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഉമ്മൻചാണ്ടിയുടെ കാലത്തുണ്ടായിരുന്ന ദീർഘകാല കരാർ റദ്ദാക്കി അതിനുശേഷം പ്രതിസന്ധി വലുതായപ്പോൾ അതൊന്ന് വീണ്ടും ആ കരാറിലേക്ക് തന്നെ പോകാൻ പറ്റുമെന്നുള്ള വഴിയൊക്കെ പലതവണ അന്വേഷിച്ചതാണ്. പിന്നെ അതിന് നടക്കാത്തത് കൊണ്ടാണ് ഈ കയ്യും കാലും ഇട്ട് അടിക്കുന്നത്. അതെ അത് തന്നെ. നിങ്ങൾ അതാണ് ആ ചോദ്യത്തിന് ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ലോ. എന്തിനാണ് ഈ കരാർ റദ്ദാക്കി? അതിന്റെ പേരിൽ അഴിമതി ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഒരു അഴിമതിയില്ലായിരുന്നു. ആ കരാറിനകത്തു നിന്ന് നിങ്ങൾ എന്തിനു പിന്മാറി? ആ ചോദ്യത്തിന് ഇതുവരെ കേരളത്തിലെ ജനങ്ങളോട് മറുപടി പറഞ്ഞിട്ടില്ല. അങ്ങനെ 25 വർഷത്തേക്ക് 4 രൂപ 29 പൈസയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന വൈദ്യുതിയെ നിങ്ങൾ എന്തിനാണ് 8 രൂപയ്ക്കും 10 രൂപയ്ക്കും വാങ്ങിയ സ്ഥിതിയിലേക്ക് എത്തിച്ചത്? ആ ചോദ്യത്തിന് മറുപടി പറയണ്ടേ? ആ ചോദ്യത്തിന് ഈ കഴിഞ്ഞ 5 വർഷം ഇവിടെ വൈദ്യുതി മന്ത്രിയായിരുന്ന കൃഷ്ണൻകുട്ടിക്ക് മറുപടിയില്ല, പിണറായി വിജയന് മറുപടിയില്ല, CPM-ന് മറുപടിയില്ല. ഇവരെന്താണ് കേരളത്തിലെ ജനങ്ങളെ ഇവരല്ലേ ഇരുണ്ട കാലത്തേക്ക് കൊണ്ടുപോയത്? ഇരുണ്ട കാലം വരാതിരിക്കാൻ വേണ്ടിയാണ് ദീർഘകാല കരാറിലേക്ക് ഒരു സർക്കാർ പോയിരുന്നത്. അവരത്ര ദീർഘദൃഷ്ടിയോടുകൂടി ചെയ്ത പരിപാടിയാണ് ഇവന്മാർ അട്ടിമറിച്ചത്. ഇപ്പോഴത്തെ ഇറക്കിയിരിക്കുന്ന പ്രസ് റിലീസ് ഒന്ന് കേൾക്കണം. കേരളത്തിലെ ജനങ്ങൾ എന്തൊക്കെയാണ് സർക്കാർ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്നുള്ള കാര്യം ഒന്ന് അറിയേണ്ടിയിരിക്കുന്നത്. ന്യായങ്ങളാണ്, മൊത്തം ന്യായം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് ന്യായങ്ങളും പൊതുജനം എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് തരണമെന്നും കൂടെ അത് തന്നെ പറഞ്ഞിരിക്കുന്ന ന്യായമാണ്. രാജ്യത്തെ ആകെ വ്യാപിച്ച് ഉഷ്ണതരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ വിപണിയിൽ വൈദ്യുതി ലഭ്യത ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. ആവശ്യതയുടെ 70% വൈദ്യുതി പുറത്തു വാങ്ങുന്ന സംസ്ഥാനം എന്ന നിലയിൽ ഇത് പ്രതിസന്ധിയായി ആകുന്നതായി യോഗം അഭിപ്രായപ്പെട്ടു. കേന്ദ്ര ഉൽപാദന നിലയങ്ങളുടെ വൈദ്യുതി ലഭ്യത ഉണ്ടായിരുന്ന 200 മെഗാവാട്ടിന്റെ കുറവ് വൈകുന്നേരത്തോടെ പരിഹരിക്കപ്പെടും. അതൊരു ന്യായം. ഈ അപ്രതീക്ഷിതമായ വർധനയാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് യോഗം വിലയിരുത്തി. ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ യോഗമാണ്. സംസ്ഥാനത്തെ വൈദ്യുതി ആവശ്യത്തിന്റെ വളർച്ചാ നിരക്ക് പരിശോധിച്ചാൽ പ്രതിവർഷം ഉണ്ടാകുന്ന ശരാശരി വർധനയേക്കാൾ വളരെ കൂടുതലാണ്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. നിങ്ങൾ ഇങ്ങനെ ഒരു പ്രതിസന്ധി മുൻകൂട്ടി കാണാൻ എന്തുകൊണ്ട് നിങ്ങൾ നടപടി എടുത്തില്ല?
അതാണ് ഈ സർക്കാർ BJP-യുടെ അതാണ് KSEB-യുടെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ വീഴ്ച എന്ന് പറയുന്നത്. അതിനാരാണ് ഉത്തരവാദിത്വം പറയുന്നത്? ഇവിടെ ഒരു മന്ത്രിയുണ്ട്, ഇവിടെ ഒരു മുഖ്യമന്ത്രിയുണ്ട്, മന്ത്രിസഭയുണ്ട്, ഇലക്ട്രിസിറ്റി ബോർഡിലെ ചെയർമാനും ഉന്നത ഉദ്യോഗസ്ഥന്മാരും ഉണ്ട്. എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? ആ ചോദ്യത്തിന് മറുപടി പറയണ്ടേ? ജനങ്ങളോട് പറയണ്ടേ? എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പ്രതിസന്ധി ഉണ്ടായതും എന്തുകൊണ്ടാണ് ഞങ്ങൾ മുൻകൂട്ടി തയ്യാറെടുക്കാഞ്ഞതും? ആ ചോദ്യത്തിനാണ് ഇവർ മറുപടി പറയേണ്ടത്. ഇനി സ്വാഭാവികമായിട്ട് അണക്കെട്ടുകളിലെ ജലത്തിന്റെ ഈ ഉഷ്ണകാലത്ത് കുറയുകയും വൈദ്യുതി ഉൽപാദനവും സ്വാഭാവികമായി വീണ്ടും വീണ്ടും കുറയുകയും ചെയ്യും. അപ്പൊ ഇത് പ്രതിസന്ധി കൂടുകയല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഈ പീക്ക് സമയത്ത് അധിക വൈദ്യുതി ലഭിക്കുന്നതിനുള്ള കരാറുകൾ നേരത്തെ ഒപ്പിട്ടിരുന്നെങ്കിൽ ഈ പ്രതിസന്ധി ഒഴിവാക്കാമായിരുന്നു. 2-3 മാസം മുമ്പ്, അല്ലെങ്കിൽ ഇത് മുൻകൂട്ടി കണ്ടിട്ട്. വേനൽക്കാലം വരികയാണല്ലോ. കേരളത്തിൽ ഓരോ വർഷവും തന്നെ കാലാവസ്ഥയ്ക്കകത്ത് വലിയ തോതിൽ മാറ്റം ഉണ്ടാകുകയാണ്. ചൂട് വളരെ നിയന്ത്രണാതീതമായി കൂടുകയാണ്. ഇതൊക്കെ മുൻകൂട്ടി കാണാൻ വേണ്ടിയല്ലേ ഇവരെ വലിയ പൈസ കൊടുത്ത് ഇവരെയൊക്കെ ജോലിക്കാരായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ അവിടെ അത്തരം കാര്യങ്ങൾക്ക് മുൻകൂട്ടി കാണാനുള്ള ദീർഘദൃഷ്ടി ഇല്ലാത്ത ഭരണാധികാരികളും ഉദ്യോഗസ്ഥന്മാരും ഇരിക്കുന്നതിന്റെ ദുരന്തമാണിത്. ഇവരൊരു കാര്യം ചെയ്തിട്ടില്ല, സമയത്ത് ഒരു കാര്യം ചെയ്തിട്ടില്ല, ഇല്ലേ? അപ്പൊ അത് സംസ്ഥാനത്തെ ജനങ്ങളെ വീണ്ടും കൊണ്ട് വലിയ ദുരിതത്തിലേക്ക് മാറ്റിയിട്ട് കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണ്, പരസ്പരം കുറ്റപ്പെടുത്തുകയാണ്. ഞങ്ങൾ അറിഞ്ഞില്ല, യുദ്ധം വന്നു, പിന്നെ ഇൻഡക്ഷൻ കുക്കറിന്റെ ഉപയോഗം കൂടി. ഈ സ്ഥിതിഗതികളൊക്കെ വരും രാജ്യത്ത്. ഇതിനൊന്നും അതിനാണല്ലോ നിങ്ങൾക്ക് അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്താനുള്ള ഇഷ്ടം പോലെ അവസരങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങൾ ആ കാര്യത്തിൽ എന്തെങ്കിലും നടപടി ഏതെങ്കിലും പുറത്തുള്ള ഏജൻസികളുമായി നിങ്ങൾ ചർച്ച നടത്തിയോ? അല്ലെ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയോ? ഒന്നും നടത്തിയില്ലല്ലോ. നിങ്ങൾ അതാണ് പറഞ്ഞത്. കേരളത്തിന്റെ ഈ ഊർജ്ജ പ്രതിസന്ധിക്ക് ഒരു പരിഹാരമായിരുന്നു ഈ ദീർഘകാല കരാർ. ആ കരാറിനെ നിങ്ങൾ അട്ടിമറിച്ച് പണം വാങ്ങാൻ വേണ്ടി, ഇല്ലേ, കൈക്കൂലി കിട്ടാൻ വേണ്ടി ഈ ഭരണകൂടം ചെയ്ത കളിയുടെ ഭാഗമായിട്ടാണ് കേരളത്തിലെ ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നത്. നിങ്ങൾ പറയണ്ടേ, അന്ന് പറഞ്ഞ അഴിമതി ഉണ്ടായിരുന്നു. ഏത് അഴിമതി? എവിടുത്തെ അഴിമതി കണ്ടുപിടിച്ചെങ്കിൽ നിങ്ങൾ കുറ്റവാളികൾക്കെതിരെ നടപടി എടുത്തോ? ഒന്നും ചെയ്തില്ലല്ലോ. എന്തായിരുന്നു അഴിമതി എന്ന് കേരളത്തിലെ ജനങ്ങളോട് ഇതുവരെ പറഞ്ഞിട്ട് പോലുമില്ല. അതാണ് സ്ഥിതി. അപ്പൊ ഇത് വളരെ ബോധപൂർവ്വം സൃഷ്ടിച്ച LDF സർക്കാർ ബോധപൂർവ്വം സൃഷ്ടിച്ച ഒരവസ്ഥയിലേക്ക് കേരളത്തിലെ ജനങ്ങളെ കൊണ്ട് ദുരിതത്തിൽ എത്തിച്ചിരിക്കുകയാണ്. ഇനിയും വൈകുന്നേരങ്ങളിൽ ഈ അരമണിക്കൂർ എന്ന പ്രഖ്യാപിത പവർ കട്ടിന് പുറമെ അപ്രഖ്യാപിത പവർ കട്ടൂടെ സ്വീകരിക്കേണ്ടി വരുന്ന സ്ഥിതിയിലാണ് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക. അപ്പൊ എന്തായാലും ഇതിന് മറുപടി സർക്കാർ ഇപ്പോഴും വ്യക്തമായ ഒരു മറുപടി പറയുന്നില്ല. മന്ത്രിയോട് ഇപ്പൊ തന്നെ ചാനലുകൾ ചോദിച്ച സമയത്ത് പറയുന്ന മന്ത്രിക്ക് ഒരു കൃത്യമായ ഉത്തരവില്ല. മന്ത്രി യുദ്ധത്തെ പഴിക്കുകയാണ്. അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഇരുണ്ട കാലത്തേക്ക് കൊണ്ടെത്തിച്ച ഈ സർക്കാരാണ് ജനങ്ങളെ വീണ്ടും ഇരുണ്ട കാലത്തെ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ്. അവരുടെ പോക്കറ്റിൽ നിന്ന് ഇനിയും കൂടുതൽ പണം ചെലവാക്കേണ്ട ഒരു സ്ഥിതിയിലേക്കും എത്തിച്ചിട്ടുണ്ട്.